നമസ്കാരം. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ട് വിഷുഫലമായിട്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും തൊഴിൽപരമായിട്ട് വളരെ പ്രയത്നിച്ചാലും ഫലമില്ലാത്തൊരവസ്ഥാവിശേഷങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, ഏതൊരു കാര്യം നല്ല കാര്യങ്ങൾ പറഞ്ഞാലും വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുക, എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പുകൾ വന്നു ചേരുക, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ 1 വർഷമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന ഒരു അവസ്ഥാവിശേഷങ്ങളെല്ലാം സെപ്റ്റംബർ മാസം വരെ തുടരും. അതിനുശേഷം പൊതുവെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് ഇവരെ ചതയ നക്ഷത്രത്തിൽ ജനിച്ചവരെ ഈ 1 വർഷത്തെ സെപ്റ്റംബർ മാസം വരെയും തീർച്ചയായിട്ടും ഈശ്വര പ്രാർത്ഥനകൾ പ്രത്യേകിച്ച് നടത്തണം. ആത്മനിയന്ത്രണം വേണം. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വശാവണം. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെല്ലാം മനസ്സിൽ കരുതി നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിക്കാതെ, ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കാതെ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തെയും ചെയ്യുന്നതിൻ്റെ പരിണത ഫലം സെപ്റ്റംബർ മാസം മുതൽ കണ്ടു തുടങ്ങുവാനും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഫലപ്രാപ്തി നേടുവാനും, വിദേശയാത്രയ്ക്ക് അവസരം വന്നു ചേരുവാനും, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനും യോഗമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ചയും സാമ്പത്തികമായിട്ടുള്ള നീക്കിയിരുപ്പും ഉണ്ടാകും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി അനുബന്ധ വ്യാപാരം തുടങ്ങുവാനുള്ള അവസരമുണ്ടാകും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ മനസ്സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കുവാൻ സാധിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. ഇങ്ങനെ പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മസംയമനം, ആത്മനിയന്ത്രണത്തോടുകൂടി ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഫലപ്രാപ്തി സെപ്റ്റംബർ മാസം മുതൽ വന്നു ചേരുന്നത് വഴി ഏതൊരു കാര്യവും ഗുണകരമാകും വിധത്തിൽ സമർപ്പിക്കുവാനും, സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനും യോഗം കാണുന്നുണ്ട്. പൊതുവെ ഉപരിപഠനത്തിനുള്ള അവസരം വന്നു ചേരും. പുത്ര പൗത്രാദി സംരക്ഷണത്താൽ സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ആഗ്രഹിക്കുന്ന വിദേശയാത്ര സഫലമാകും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കും. കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ഏതൊരു കാര്യവും, വളരെ നിർണായകമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും സെപ്റ്റംബർ മാസം മുതൽ ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനുള്ള സൗഭാഗ്യം വന്നു ചേരുവാൻ സാധ്യത കാണുന്നുണ്ട്. ഇതാണ് 2017 ആണ്ടിലെ വിഷുഫലം. നമസ്കാരം.